ഗൈസ് ഈ കാറിന് എന്ത് പറ്റിയെന്നല്ലേ നിങ്ങൾ വിചാരിക്കണം. വേറൊന്നുമല്ല, എൻ്റെ കയ്യിരിപ്പുണ്ട് ചെറുതായിട്ട് വണ്ടി ഒന്ന് തട്ടിയിട്ടെ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ നട റോട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടൊന്ന് വണ്ടി ഒന്ന് എത്തിച്ചാൽ മതി കേട്ടോ. വണ്ടി ഒരു വിധത്തിൽ സ്റ്റാർട്ട് ആവുന്നതേ ഇല്ല. എങ്ങനെയെങ്കിലും ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് വർക്ക്ഷോപ്പിൽ ഇട്ടാൽ മതി എന്നായിട്ടോ. പിന്നെ വെളിയിലത്തെ വെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോനെ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ വെയിൽ, വെളിയിൽ നിൽക്കാനേ പറ്റില്ല. ഇനി എങ്ങനെയെങ്കിലും ഈ വണ്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വണ്ടി തണുപ്പിച്ച് എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടൊന്ന് എത്തിക്കണം കേട്ടോ. അങ്ങനെ വണ്ടി തണുപ്പിക്കാനായിട്ട് നമുക്ക് വെള്ളം വേണം കേട്ടോ. വെള്ളം പിടിക്കണമെങ്കിൽ കുപ്പിയിടണം. കുപ്പി അന്വേഷിച്ച് നടന്നപ്പോൾ നമുക്കൊരു ബക്കറ്റിനെ കിട്ടി. പിന്നെ ബക്കറ്റിട്ട് സന്തോഷിച്ചത് വെള്ളം അങ്ങോട്ട് നിറച്ചിട്ടാം. പിന്നെ പാതിയായപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായ അതൊരു പൊത്ത ബക്കറ്റായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ കുപ്പിയെന്ന് അന്വേഷിച്ച് നടന്നില്ല. നേരെ നമ്മൾ കടയിൽ പോയി 20 രൂപയ്ക്ക് ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ച് നേരെ നമുക്ക് വണ്ടി കൊണ്ടൊന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ച വെള്ളത്തിൽ നിന്ന് ഇത്തിപ്പം കുടിക്കുകയും കൂടി ചെയ്തോ. വെളിയിൽ നല്ല ചൂടല്ലേ, നമുക്ക് നല്ല വെള്ളദാഹം ഉണ്ടായി. അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ വണ്ടി കൊണ്ടൊന്ന് ഒഴിക്കണം കേട്ടോ. വണ്ടിയിൽ എത്ര ഒഴിച്ചിട്ടും ഒരു വിധത്തിലും വണ്ടിയിൽ വെള്ളം നിറയണയില്ല കേട്ടോ. നമുക്ക് പിന്നെ കാര്യം മനസ്സിലായി, അടിയിൽ നല്ല ലീക്ക് ഉണ്ട്. നമ്മൾ കുറേ നേരം വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ഇനി വർക്ക്ഷോപ്പിലോട്ടാണ്. എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് വർക്ക്ഷോപ്പ് വരെ ഒന്ന് എത്തിയാൽ മതി. പാതി വഴിയിലൊന്നും നിൽക്കില്ലെന്നുള്ള നമ്മളെ പ്രാർത്ഥന കേട്ടോ. അങ്ങനെ കുറച്ച് പാതി വഴിയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ വണ്ടി ചൂടായി നിന്ന് പോകണമെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇടാനുള്ള വിശ്വാസത്തിൽ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ അനിയൻ്റെ കാറിൻ്റെ ബാക്കിൽ നിന്ന് നേരെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോകണ്ട. വണ്ടി എവിടെ നിന്ന് പോലെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന കേട്ടോ. അങ്ങനെ വണ്ടി എവിടെ നിന്നേ പോയില്ല. നേരെ വർക്ക്ഷോപ്പ് വരെ എത്തി. അങ്ങനെ വർക്ക്ഷോപ്പ് എത്തിയ അവിടുത്തെ മെക്കാനിക്കിനെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് നല്ല പണിയുണ്ടെന്ന് പറഞ്ഞു വണ്ടിക്ക്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അയാൾ സൂപ്പറായിട്ട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിക്ക് ഇനി പെയിൻറ്റ് കൂടെ അടിച്ചാൽ മാത്രം മതി. നമ്മളെ കയ്യിൽ നിന്ന് ഇത്രയും പണി ചെയ്തപ്പോൾ എത്ര രൂപ പൊട്ടിയെന്ന് വെച്ചാൽ 5500 രൂപ മൊത്തത്തിൽ പൊട്ടി കേട്ടോ.